പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ച് ആ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കിന്ന് വളരെ ആവശ്യമായ ഒന്നാണ് ദൈവത്തിൻ്റെ കരുണ. എല്ലാ പാപികളുടെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ, കൊടിയ പാപികൾക്ക് പോലും മാനസാന്തരം സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. അതെല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ അൾത്താരയിൽ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണ്, സർവശക്തനായ അങ്ങ് ഞങ്ങൾക്കായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരുണ ആവശ്യമായിട്ടുള്ള എല്ലാവരുടെ മേലും ദൈവമേ കരുണ വർഷിക്കുവാൻ അങ്ങ് തിരുമനസ്സാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നതിലൂടെ നാം എല്ലാവരും അവിടുത്തെ കരുണ പ്രാപിച്ചവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം വചന വെളിച്ചത്തിൽ വിശുദ്ധര് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്റ്റീന ദൈവകരുണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ഒരു വിശുദ്ധയാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ വിശുദ്ധയിലൂടെയാണ് ദൈവം ലോകത്തെ പഠിപ്പിച്ചത് താൻ കാരുണ്യവാനാണ്, തൻ്റെ കാരുണ്യത്തിൻ്റെ അളവ് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് എന്നുള്ളത് പഠിപ്പിച്ചത്. ഇത് വിശുദ്ധ ഫൗസ്റ്റീന വെളിപ്പെടുത്തുകയുണ്ടായി. അവരുടെ ഡയറി വായിച്ചാൽ അതിൽ കുറിച്ചു വച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അതിലൊരു പാരഗ്രാഫ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. 1447 ആ ഒരു പാരഗ്രാഫ്, ഡയറിയിലുള്ള പാരഗ്രാഫ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയം നിറയെ കരുണയും സ്നേഹവുമാണ്. എൻ്റെ ഹൃദയം നിറയെ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കരുണയും സ്നേഹവും. അത് അല്പമൊന്നുമല്ല, നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യം ഈ വിശുദ്ധിക്ക്. ഇവിടെ നമുക്കറിയാം, കരുണ പ്രാപിക്കാൻ നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? ദൈവത്തെങ്കിലേക്കാണ് തിരിയേണ്ടത്. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിയണം. ആ ഹൃദയത്തെ നാം സ്നേഹിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ കരുണയുടെ നിറവ് നമുക്കുണ്ടാവും. ദൈവം സ്നേഹമാണെന്ന് ശക്തമായ രീതിയിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. 1 യോഹന്നാൻ 4:8 വായിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞവർ ആ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സ്നേഹമാണ്. എങ്ങനെയാണ് ഈ വലിയ കാര്യം പഠിച്ചത് എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ്
ആ ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിന്നും പഠിച്ചതാണ് ഈ വിഷയം. അത് യോഹന്നാൻ്റെ സുവിശേഷം 13:25 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം അതാണ്. ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് ഈ ദൈവസ്നേഹം എന്ന വിഷയം. അത്രയും ആധികാരികതയോടെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയത് ഈ ഒരു അറിവ് ലഭിച്ചതുകൊണ്ടും അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടുമാണ്. നമുക്കൊക്കെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ കർത്താവ് തരും. അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റനേകരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവസ് ഇൻ മിസറിക്കോദിയ അവർ ചാക്രിയ ലേഖനത്തിലൂടെ പഠിപ്പിച്ച, ലോകത്തെ പഠിപ്പിച്ച, നമ്മുടെ ഓരോരുത്തരെയും പഠിപ്പിച്ച വലിയൊരു കാര്യം ഇതാണ്: ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവം കരുണയാൽ സമ്പന്നം. അപ്പോൾ കരുണയുടെ സമ്പന്നത നമ്മൾ കാണുന്നത് ദൈവത്തിലാണ്. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഈ സമ്പന്നത അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കർത്താവിലേക്ക് തിരിയുക, ഈ കരുണ യാചിച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു പിതാവായ ദൈവം കരുണയുടെ ഒരു ദൈവമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് യേശുവിനെ കാണാൻ പറ്റും. യേശുവിലേക്ക് തിരിഞ്ഞവർക്കെല്ലാം ഈ കരുണ ലഭിക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മളും കരുണയ്ക്കായി കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഏതവസ്ഥ, നമ്മൾ മാരകമായ രോഗാവസ്ഥയിലായിരിക്കാം, പാപാവസ്ഥയിലായിരിക്കാം, എന്താണെങ്കിലും അതിനെല്ലാം പരിഹാരം യേശുക്രിസ്തുവിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ, നമ്മൾ ദൈവത്തെ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ അറിയുമ്പോൾ, പ്രത്യേകിച്ച് യേശുവിനെ അറിയുമ്പോൾ, ഈ യേശു കാരുണ്യവാനായ ദൈവമാണ്. ആ യേശു കരുണ കാണിച്ച ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റും. ഇത് പഠിപ്പിച്ച യേശു തൻ്റെ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു, വിശ്വാസത്തിലേക്ക് നയിച്ചു, രക്ഷയുടെ പാതയിലേക്ക് അവരെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ലൂക്ക 7:36 മുതൽ, ഒരു പാപിനിയായ സ്ത്രീ. അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാപിനിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ശിമയോൻ അവിടെ ഒരു കമൻ്റ് പറഞ്ഞു. അവൾ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ കർത്താവ് ഒരിക്കലും അവളെക്കൊണ്ട് അവൻ്റെ ശരീരത്തെ തൊടാൻ പോലും അനുവദിക്കില്ല. പക്ഷെ അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തൊടുക എന്നുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക, സ്തുതി ചെല്ലുക, ഇതൊന്നുമല്ല. അവൾ വന്നിട്ട് കർത്താവിൻ്റെ പാദത്തിങ്കൽ വീണു. അവളുടെ കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങൾ കഴുകി, അവളുടെ മുടി കൊണ്ട് ആ പാദങ്ങൾ തുടച്ചു. അവൾ സുഗന്ധ തൈലം അതെടുത്ത് അവൻ്റെ പാദങ്ങൾ പൂശി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം കർത്താവ് അനങ്ങാതെ ഇരുന്നു കൊടുത്തു. ശിമയോൻ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ മഹാഭാവിനിയാണ്, അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ അളവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാവിക്ക് പോലും കർത്താവിനെ സമീപിക്കാൻ പറ്റും, അനുദപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ആ വലിയ സന്ദേശമാണ് കർത്താവ് അവിടെ നൽകുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സമറിയക്കാരി സ്ത്രീ എത്ര പേരെ ഭർത്താവായിട്ട് കൊണ്ടു നടന്നവളാണ്. ഇനി അങ്ങനെ തെറ്റായ ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അവളുടെ ഉള്ളറിഞ്ഞ് അവളെക്കുറിച്ചുള്ള സത്യം വിളിച്ചു പറഞ്ഞ യേശു അത് കേട്ടിട്ട് അതിശയിച്ച് നിൽക്കുന്ന സമറിയക്കാരി സ്ത്രീയെ കാണാൻ പറ്റും. ഇനി അവളിലും സംഭവിച്ചത് എന്താണ്? അവളുടെ ജീവിതം മാറി. പിന്നീട് നമ്മൾ കാണുന്നത് പാപജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയല്ല അവൾക്കുണ്ടായിരുന്നത്. അവൾ അറിഞ്ഞ, അവൾ അനുഭവിച്ച
ഈ യേശുവിന് വേണ്ടി ജീവിക്കണം, ഈ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ അതുവരെ അവളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒന്നും പ്രാധാന്യമുള്ളതല്ലാതായി. അതുകൊണ്ടാണ് അവൾ കോരിയ വെള്ളം, കോരാൻ കൊണ്ടുവന്ന കാളയും പാളയും കയറും ഇതെല്ലാം അവിടെ ഇട്ടിട്ട് ഓടുന്ന സമറിയക്കാരി സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവളുടെ തീഷ്ണത ഈ യേശുവിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു, യേശുവിലേക്ക് അനേകരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ ചുറ്റും വരാൻ കാരണം ഈ സമറിയക്കാരി സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പാപിനിയായിരുന്ന സ്ത്രീയെ കർത്താവ് തൻ്റെ കാരുണ്യം കൊണ്ട് നേടിയെടുക്കുന്ന രംഗമാണ് ഈ വചനഭാഗത്ത് യോഹന്നാൻ 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, പച്ചയ്ക്ക് പിടിക്കപ്പെട്ടതാണ്, ദി ആക്ട് ഓഫ് അഡൾട്ടറി. അവളെ ആ ഒരു രീതിയിൽ പിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ സാധാരണഗതിയിൽ വരേണ്ട ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത്. അവർക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ അതിന് പകരം യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്തിനായിരുന്നു? ഈ സ്ത്രീയോടുള്ള സ്നേഹം കൊണ്ടോ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. യേശുവിനെ ഒന്ന് കൊടുക്കാൻ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി. ഇതെല്ലാം അങ്ങനെയാണ്. അവർ വേണേ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. മധുരമായിട്ട് സംസാരിക്കുന്നത് അവർ നമ്മെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ കർത്താവിന് എല്ലാവരുടെയും ഉദ്ദേശം കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമുക്കുള്ളത്, നമ്മുടെ എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവളോടുള്ള സമീപനം നമുക്ക് കാണാൻ സാധിക്കും. യേശു സാധാരണ രീതിയിൽ അവരോട് സംസാരിച്ചാൽ അവർ വഴങ്ങില്ലെന്നറിയാം. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ അനന്ത ജ്ഞാനത്തിൽ കർത്താവിൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ അവിടെ അവൻ പറയുകയുണ്ടായി. അതിലൂടെ ഈ സ്ത്രീയെ രക്ഷിക്കാൻ സാധിച്ചു, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിച്ചു. പിന്നീട് ഉറപ്പായിട്ടും അവളെ വലിയൊരു സുവിശേഷ പ്രഘോഷകയായിട്ട് മാറിയിട്ടുണ്ട്. കർത്താവോടെ പറഞ്ഞ കാര്യം എന്താ? നിങ്ങളിൽ പാപമില്ലാത്ത ആൾ ആദ്യത്തെ കല്ലെറിയട്ടെ. ആരോടില്ലായിരുന്നു. കാരണം എല്ലാവരും പാപികളാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവിടെ തെളിയുകയാണ്. അത് അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രായം ചെന്നവർ മുതൽ അവർ അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു രംഗമാണ് യോഹന്നാൻ 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശു കാരുണ്യവാനായ ദൈവം കാരുണ്യം പൂർവ്വം പ്രവർത്തിച്ച രംഗങ്ങളാണ്. അവിടെ എല്ലാം സംഭവിച്ചത് കൊടിയ പാപികൾക്ക് വലിയ മാനസാന്തരമുണ്ടായി. അവരെല്ലാം സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുകയും ചെയ്തു. ഈ യേശുവിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, ഈ യേശുവിനെ നമ്മൾ അനുഭവിച്ചാൽ, ഈ യേശുവിൻ്റെ തിരഹൃദയവുമായിട്ട് നമുക്ക് ഒരു വ്യക്തിബന്ധം ഉണ്ടായാൽ ദൈവകരുണ നമ്മളിലേക്ക് ഒഴുകും. കരുണയുടെ ദാരിദ്ര്യം ഒരു കാരണവശാലും നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ അനുഭവിക്കത്തില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നെ